നമസ്കാരം, ഞാൻ സിയദ് ഇലിക്കൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഒരു സൈഡ് വേ രീതിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺവേഡ്സ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇന്ന് TCSൻ്റെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ആ റിസൾട്ടിന് വഴി ഇന്ത്യൻ മാർക്കറ്റിന് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുമോ എന്നുള്ളതാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. കൂടാതെ തന്നെ FISൻ്റെ ആക്ടിവിറ്റീസ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ആയിട്ടുണ്ട്. അവരുടെ സെല്ലിങ് 7000 കോടി രൂപ കവിഞ്ഞു ഇന്നലെ അവരുടെ സെല്ലിങ്. അതിന് ഈക്വലൻ്റായ രീതിയിൽ DISന് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടിയും മാർക്കറ്റിൽ വോളറ്റിലിറ്റി കൂടി, മാർക്കറ്റിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു അറുതി വരുമെന്ന് തന്നെയാണ് നിക്ഷേപകരുടെ പ്രതീക്ഷ. അപ്പോൾ അതിന് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് Q3 റിസൾട്ടുകളെല്ലാം തന്നെ. TCSൻ്റെ റിസൾട്ട് വന്നു. ഇനി മറ്റുള്ള IT കമ്പനീസിൻ്റെ റിസൾട്ടും HDFCൻ്റെ റിസൾട്ടും റിലയൻസിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത്. ഇപ്പോൾ റിസൾട്ടിന് മുൻപേ തന്നെ ജെഫ്രീസ് എന്ന് പറയുന്ന US റേറ്റിംഗ് ഏജൻസി റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതെല്ലാം ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് കണ്ടു തന്നെ ഇരിക്കണം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം US വിക്സ് ഫോൾ ആയിട്ടുണ്ട് 15.7. ഇന്നലെ ഒരു 3.5% ഫോളായി. നാസ്ഡാക്ക് ഫ്ലാറ്റാണ്. ഡോ പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് പൊതുവേ പോസിറ്റീവാണ്. UK-യും ഫ്രാൻസും പോസിറ്റീവായിരുന്നു. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ നെഗറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ വീണ്ടും ഫർദറായിട്ട് $2345 ഇടിഞ്ഞ് സ്പോട്ട് നിൽക്കുന്നത് 92,620. അത് നോക്കേണ്ട കാര്യമില്ല. ബിറ്റ്കോയിൻ ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. എനിവേ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. എന്നാൽ ICICI ബാങ്ക് ഓൾമോസ്റ്റ് ഒരു 1.5%, HDFC ബാങ്കും ഈക്വലായ രീതിയിൽ ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ ബാങ്കിങ് സെക്ടറുകൾ ബാങ്കിങ് കമ്പനീസ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ICICIയും HDFCയും ഫോൾ ആയപ്പോൾ IT കമ്പനീസ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ ഇൻഫോസിസും TCSും വിപ്രോയും എല്ലാം തന്നെ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ്. അപ്പോൾ അത് കുറച്ചധികം ആശ്വാസം പകരുന്ന ഒന്നാണ്. എനിവേ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയുടെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കമ്പനി ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. IRDA നെറ്റ് പ്രോഫിറ്റ് 26% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. അദാനി ടോട്ടൽ ഗ്യാസും മഹാനഗർ ഗ്യാസും ഈ ഗ്യാസ് അലോക്കേഷനെല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നത് ഈ രണ്ട് കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. മസറോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് പുതിയ സബ്മറൈൻസ് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പോളിപ്ലക്സ് കോർപ്പറേഷൻ കമ്പനി 558 കോടി രൂപയുടെ പുതിയ ഫിലിം പ്ലാന്റ് അവർ കൺസ്ട്രക്ട് ചെയ്തു. ടാറ്റ എലക്സി കമ്പനി 13% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ ഡിക്ലൈൻ കുറവുണ്ടായി. വാരെ ടെക്നോളജി കമ്പനി ഇവർക്ക് ബാറ്ററി ഇൻവെർട്ടർ സപ്ലൈ ചെയ്യുന്ന പുതിയൊരു ഓർഡർ കിട്ടി. ഫോണിക്സ് മിൽസ് കമ്പനി Q3 റിസൾട്ടിന് മുന്നോടിയായിട്ട് ഇവരുടെ അപ്ഡേറ്റ് വന്നിട്ടിപ്പോൾ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി, കൊമേഴ്ഷ്യൽ, ഓഫീസ്, റെസിഡൻഷ്യൽ സെഗ്മെൻറ്റിൽ നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെല്ലാം തന്നെ മാൾസെല്ലാം തന്നെ പണിത് ആ മാള് ഓൺ ചെയ്ത് മാളിലുള്ള സ്പേസ് റെൻ്റ് ഔട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഫോണിക്സ് മിൽസ്. GTPL ഹാത്വേ കമ്പനി കഴിഞ്ഞ ദിവസം നെറ്റ് പ്രോഫിറ്റ് 10 കോടി രൂപയാണ്. 57% ഇയർ ഓൺ ഇയർ ഇവർ ഡിക്ലൈൻ ആയിട്ടുണ്ട്. സുരാജ് പ്രൊഡക്റ്റ് കമ്പനി മൈക്രോ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. IRB ഇൻഫ്ര ടോൾ കളക്ഷൻ 19% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. ഇമാമി ഇവരുടെ ഫെയർ ആൻഡ് ഹാൻസം എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് 1000 കോടി രൂപയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനി ഇവരുടെ റിസൾട്ട് ജനുവരി 16 വരും. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനിക്ക് 35 കോടി രൂപയുടെ ഒരു പെനാൽറ്റി ചുമത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ BGR എനർജി സിസ്റ്റം കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് GST കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്കൊരു ഓർഡർ ലഭിച്ചു. പോളിപ്ലക്സ് കോർപ്പറേഷൻ കമ്പനി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സൂര്യരോഷിനി കമ്പനി LED ബൾബുകളുടെ നിർമ്മാതാക്കളാണ്. ഇവർക്ക് 81 കോടി രൂപയുടെ ഓർഡർ BPCLൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇടാൻ ശ്രമിക്കാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ തന്നെ കമ്പനികളുടെ റിസൾട്ട് അപ്ഡേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റിലുണ്ട്, റിസൾട്ട് കലണ്ടറിലും ഉണ്ട്. കലണ്ടറിൽ റിസൾട്ടുകളുടെ
കമ്പനികളുടെ റിസൾട്ട് വരുന്നത്, അനൗൺസ്മെൻറ്റിൽ റിസൾട്ട് പ്രഖ്യാപിച്ചതിൻ്റെ അപ്ഡേറ്റ്, കൂടാതെ തന്നെ ഡിവിഡൻറ്റിൻ്റെ അപ്ഡേറ്റ് എല്ലാം തന്നെ ട്രേഡ് ബഡ്ജറ്റ് ടാബിലുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ശുഭദിനം. വൈകിട്ട് കാണാം. താങ്ക് യു.